പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നൊരു കഥ കേൾക്കാം. നെന്മണിക്കുരുവി. മഹേശൻ കാവനാട് എഴുതിയ കഥയാണ്. അതിരാവിലെ കാക്കകളുടെ ബഹളം കേട്ടാണ് മൈന ഉറക്കമുണർന്നത്. എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടത്തോടെ കാക്കകൾ കരയില്ലല്ലോ. എന്താണെന്നറിയാൻ മൈന അങ്ങോട്ടേക്ക് പറന്നു ചെന്നു. കാക്കകളുടെ നടുവിൽ അപരിചിതനായ ഒരു പക്ഷിയെ കണ്ടു. ശരീരത്തിന് തവിട്ട് നിറവും വേറുഭാഗം വെളുത്ത നിറവും കൊക്കും കാലും കറുത്തതുമായ പക്ഷി. ഇങ്ങനെയൊരു പക്ഷിയെ ആദ്യമായി കാണുകയാണല്ലോ. ആ പക്ഷി ആകെ പേടിച്ചിരിക്കുന്നു. ആരും ഇതിനെ കൊത്തി ഉപദ്രവിക്കരുതേ. അവൻ ശത്രുവാണോ മിത്രമാണോ എന്നറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളൊക്കെ തീറ്റ തേടിപ്പോകൂ, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മൈന പറഞ്ഞപ്പോൾ കാക്കകളെല്ലാം പറന്നുപോയി. നീ എവിടെ നിന്നു വരുന്നു? പേരെന്താണ്? മൈന ചോദിച്ചു. ഞാനൊരു ദേശാടന പക്ഷിയാണ്. പേര് നെന്മണിക്കുരുവി. കാലിന് മുറിവേറ്റതിനാൽ പറക്കാൻ പ്രയാസമായി. കൂടെ വന്നവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ഒറ്റക്കായി, കുരുവി പറഞ്ഞു. നീ ഏത് രാജ്യത്ത് നിന്നാണ് വരുന്നത്? മൈന ചോദിച്ചു. ഇസ്രായേലിൽ നിന്ന്, കുരുവി പറഞ്ഞു. അയ്യോ, അപ്പോൾ നീ കിലോമീറ്ററോളം ദൂരം താണ്ടിയാണോ വരുന്നത്? മൈനയ്ക്ക് അത്ഭുതമായി. അതെ, തടാകങ്ങളും പർവ്വതങ്ങളും കാടും കടലും നദികളും കടന്നാണ് ഇവിടെ എത്തിയത്. എന്നേക്കാൾ ദൂരം പറക്കുന്ന പക്ഷികളുമുണ്ട്. ആർട്ടിക് ടേൺ എന്ന കടൽ പക്ഷി 9600 കിലോമീറ്റർ പറന്ന് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. കല്ലുരുട്ടിക്കാട, തെറ്റിക്കൊക്കൻ, വരയൻ, മണലൂതി, മണൽക്കോഴി, നീർക്കാക്ക, കടൽ മണ്ണാത്തി എന്നിങ്ങനെ ഒത്തിരി ദേശാടന പക്ഷികളെ ഞാൻ വഴിക്ക് വെച്ചു കണ്ടു. നെന്മണിക്കുരുവി പറയുന്നത് കേട്ടപ്പോൾ മൈനയ്ക്ക് അതിശയമായി. മൈന നെന്മണിക്കുരുവിയെ കൂട്ടിലേക്ക് കൂടെ കൂട്ടി. നിനക്കുള്ള തീറ്റ ഞാൻ കൊണ്ടുവരാം. നീ എന്താണ് കഴിക്കുന്നത്? മീനോ അതോ പഴങ്ങളോ? മൈന ചോദിച്ചു. ചെറു പ്രാണികളും കീടങ്ങളുമാണ് ഇഷ്ടം, കുരുവി പറഞ്ഞു. മൈന പോയി തീറ്റയുമായി തിരികെ വന്നു. വിശപ്പ് മാറിയപ്പോൾ കുരുവി വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങി. അന്യദേശത്തു നിന്നു വന്നിട്ടും താങ്കൾ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഞാൻ ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യുദ്ധങ്ങളുടെ നാട്ടിൽ നിന്നാണല്ലോ ഞാൻ വരുന്നത്. അവിടെ ആകാശത്ത് എപ്പോഴും ബോംബുകളും യുദ്ധവിമാനങ്ങളും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് ശാന്തതയാണ്. കുരുവി കേരളത്തെ പുകഴ്ത്തുന്നു കേട്ടപ്പോൾ മൈനയ്ക്ക് ഒത്തിരി അഭിമാനം തോന്നി. നിങ്ങൾ എന്തിനാണ് സ്വന്തം നാട്ടിൽ നിന്ന് ഇത്ര ദൂരം പറന്ന് ഇവിടെ എത്തുന്നത്? മൈനയുടെ സംശയം. താമസിക്കുന്ന സ്ഥലത്ത് അതിശൈത്യം വരുമ്പോൾ ചൂടുള്ള സ്ഥലം തേടി ഞങ്ങൾ വരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അനുകൂല സാഹചര്യങ്ങളിലേക്കുള്ള യാത്രകളാണ് ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഭൂരിഭാഗവും. നിങ്ങൾക്ക് വരാനും തിരിച്ചു പോകാനും വഴികളൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നു? വീണ്ടും മൈനയുടെ സംശയം. യാത്രാ വഴിയിലെ നദികളും തടാകങ്ങളും ഓർത്തു വെക്കും. പിന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ലാക്കാക്കി ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. മനുഷ്യനേക്കാൾ വലിയ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഞങ്ങൾക്കുണ്ട്. യാത്രകളിൽ നിങ്ങൾക്ക് അപകടങ്ങൾ വല്ലതും സംഭവിക്കുമോ? കുടുംബത്തോടെ വരുന്ന പക്ഷിക്കൂട്ടങ്ങളിൽ കുഞ്ഞു പക്ഷികളെ ചിലപ്പോൾ പരുന്തുകൾ ആക്രമിച്ച് ഭക്ഷിക്കാറുണ്ട്. പറക്കുന്ന എതിരെ വരുന്ന ശക്തമായ കാറ്റടിച്ച് കടലിൽ വീണു. മരുഭൂമിയിലൂടെ പറക്കുമ്പോൾ കൊടും ചൂടുകൊണ്ടും വെള്ളം കിട്ടാതെയും ഞങ്ങളിൽ പലരും മരിച്ചിട്ടുണ്ട്. എനിക്ക് വീണ്ടും സംശയം. ഇത്രയും ദൂരം പറക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ധാരാളം ഭക്ഷണം കഴിക്കും. അതിൽ നിന്നും ലഭിക്കുന്ന കൊഴുപ്പ് പറക്കാനുള്ള ഊർജത്തിൻ്റെ ഉറവിടമാണ്. പിന്നെ നിങ്ങൾ ആകാശത്ത് കണ്ടിട്ടില്ലേ? ഞങ്ങൾ വി ഷേപ്പിലാണ് പറക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തനായിരിക്കും ഏറ്റവും മുമ്പിൽ പറക്കുന്നത്.
അവൻ്റെ ശക്തമായ ചിറകടിയിൽ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൻ്റെ മർദ്ദം കുറയും. അതിനാൽ പിന്നിലുള്ളവർക്ക് അനായാസമായി പറക്കാനാകും. നെന്മണിക്കുരുവിയുടെ മണിമണി പോലുള്ള ഉത്തരങ്ങൾ കൗതുകത്തോടെ മൈന കേട്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം നെന്മണിക്കുരുവി മൈനയോടൊപ്പം താമസിച്ചു. മൈനയുടെ ശുശ്രൂഷ കൊണ്ട് നെന്മണിക്കുരുവിയുടെ അസുഖമൊക്കെ മാറി ഉന്മേഷവാനായി. വളരെ നന്ദി മൈനേ. നല്ല കാലാവസ്ഥയുള്ള ഈ കേരള നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നത് ഇവിടെ യുദ്ധക്കൊതിയൊന്നുമില്ലാത്ത പ്രകൃതി സ്നേഹികളായ മനുഷ്യരുള്ളതുകൊണ്ടാണ്. ഒരിക്കലും ഈ നാട് മറക്കില്ല. വരുന്ന വഴിക്ക് കണ്ട ഇല്ലിക്കൽ കല്ലും മാർമല വെള്ളച്ചാട്ടവും മൂന്നാർ തേയിലത്തോട്ടങ്ങളും സൈലന്റ് വാലിയും പച്ചപ്പാടങ്ങളും അഷ്ടമുടിക്കായലും ഒക്കെ മനസ്സിലുണ്ട്. അടുത്ത ദേശാടനക്കാലത്തും എനിക്ക് ഇവിടെ എത്താൻ വഴി തെറ്റില്ല. തിരിച്ചു പോകണ്ട, ഇവിടെ ജീവിക്കാം, മൈന പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, എനിക്ക് പോകണം. നിന്നെ കാണാൻ ഞാൻ വീണ്ടും വരും, നെന്മണിക്കുരുവി പറഞ്ഞു. ക്ലിക്ക് എന്ന ശബ്ദം കേട്ട് കുരുവിയും മൈനയും മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അത്യപൂർവമായി കേരളത്തിലെത്തിയ നെന്മണിക്കുരുവിയുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. നിന്റെ പടം നാളത്തെ പത്രത്തിൽ കാണും, മൈന പറഞ്ഞു. ഒത്തിരി സന്തോഷം. നിന്നോടും കേരളത്തോടും ടാറ്റ പറഞ്ഞ് നെന്മണിക്കുരുവി ആകാശത്തേക്ക് പറന്നുയർന്നു. നന്ദി.